ആയമ്പാറ ഗവൺമെന്റ് യു.പി. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫോക്ക് ഉത്സവം സംഘടിപ്പിച്ചു. ആയുഷ്യ വായന അവാർഡ് വിതരണവും നടത്തി. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയമ്പാറ ഗവൺമെന്റ് യു.പി. സ്കൂൾ ഫോക്ക് ഉത്സവം സംഘടിപ്പിച്ചു. ആയുഷ്യ വായന അവാർഡ് വിതരണവും നടത്തി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ, ഒരു നാടിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതാൻ ഒരു വിദ്യാലയത്തിന് കഴിയും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവിടെ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, സാംസ്കാരിക വിപ്ലവങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, വിപ്ലവങ്ങളൊക്കെ ആരംഭിക്കുന്നത് കലാലയങ്ങളിൽ നിന്നാണ് എന്ന്. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് അക്ഷരാഭ്യാസമുള്ള ഒരു ജനത അനിവാര്യമാണ് എന്നുള്ളത് നമ്മുടെ വർത്തമാനകാലം സൂചിപ്പിക്കുന്നുണ്ട്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജൂറി കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ ചെർക്കള ആയുഷ്യ അവാർഡ് പ്രഖ്യാപനം നടത്തി. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ K അവാർഡ് വിതരണം നടത്തി. ശ്രുതി വേലായുധൻ, അനഘ A, അഞ്ജലി ചന്ദ്രൻ, അനുശ്രീ, ശ്യാമിനി ഗോവിന്ദ്, വിദ്യാർത്ഥികളായ ദിൽന M, പാർവണി, വിജയലക്ഷ്മി K, വൈഗ, ഉണ്ണി P എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ആയുഷ്യ അവാർഡ് കമ്മിറ്റി കൺവീനർ ഷീന K റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാരായണൻ കാപ്യ, ശാലിനി സതീശൻ, മുണ്ടയിൽ നാരായണൻ, ഗിരീശൻ P, റോഷൻ KV, രാജൻ V, അഭിജിത്ത് P, രാമകൃഷ്ണൻ P, പ്രകാശൻ വള്ളിയാട്ടിൽ, രമേശൻ വാക്കുഴി, നിതേഷ് കൃഷ്ണൻ, K പത്മനാഭൻ, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രജനി K സ്വാഗതവും മഞ്ജുള K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.